ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്നൊരു സാരിയാണ്. അതുപോലെ ഒത്തിരി അങ്ങ് ആർഭാടങ്ങളൊന്നുമില്ലാതെ സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്, സിമ്പിളാണ് പക്ഷെ ഭംഗിയാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ ഇതിൽ ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. ഇതൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ്. ഇതിൽ അതിൻ്റെ ലൈറ്റ് കളറിലുള്ള എംബ്രോയ്ഡറി വർക്കുകളാണ് കേട്ടോ അത് ഫുള്ള് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ സാരിയുടെ പല്ലു വരിക. ഇങ്ങനെ ഓൾ ഓവർ വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്കൊന്ന് കാണാം. ഒരു ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കുകൾ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. ബോഡി പാർട്ട് ഞാൻ 1 ലെയറായിട്ടാട്ടോ ഇത് ഇട്ടേക്കണേ. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വരുന്നു. നമുക്കിതൊന്ന് വാഷ് ചെയ്യണമെങ്കിൽ വലിയ പ്രോബ്ലം ഒന്നുമില്ല. ഷാമ്പു വാഷാണ് കേട്ടോ. പിന്നെ ഇത് വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനുമായിട്ടാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ ഓൾ ഓവർ വരിക. 1335 ഈ സാരി വരുന്നത്. നല്ലൊരു പീച്ച് ഷെയ്ഡിലാട്ടോ ഇത് വന്നിരിക്കുന്നത്. ഡിസൈനുകളെല്ലാം സെയിം. ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്, ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനുമായിട്ടാണ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 1335. ബോഡി പാർട്ടിൽ ഇവിടം വരെ ഈ ഡിസൈൻ ഫുള്ളായിട്ടും വരുന്നുണ്ട്. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പം ഹാഫായിട്ടും വരുന്നു. അതാണ് ഇതിൻ്റെ മറ്റൊരു ഷെയ്ഡ്. എല്ലാത്തിലും സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കുകൾ ഇങ്ങനെയാണ് വരിക. ഇതാണ് കേട്ടോ ഈ മെറ്റീരിയൽ. വെയ്റ്റ്ലെസ്സാണ്. അങ്ങനെ ചുളുങ്ങുന്ന മെറ്റീരിയലൊന്നുമല്ല, ട്രാൻസ്പെറൻറ്റും അല്ല. പെട്ടെന്ന് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനുമായിട്ടാണ് വരിക. അങ്ങനെ ബോഡി പാർട്ട് വരുന്നു. വൺ പ്ലേറ്റ് ആയിട്ടും അതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റഡ് ആയിട്ടെല്ലാം ഇതിനെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. റേറ്റ് 1335. പിസ്ത ഗ്രീൻ ഷെയ്ഡാട്ടോ. എല്ലാം സെയിം തന്നെയാണ് ഇതിൻ്റെ ഡിസൈനൊക്കെ. കളറിൽ മാത്രമേ മാറ്റമുള്ളൂ. പിന്നെ എന്നാന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇത് വിടർത്താതെ കാണിച്ചപ്പോൾ പലരും പറഞ്ഞു അതൊന്ന് വിടർത്തി കാണിക്കാൻ. അതുകൊണ്ട് മാത്രം ഞാൻ വിടർത്തിയതാണ്. എല്ലാം ഈ ഡിസൈനുകളെല്ലാം സെയിം. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനുമായിട്ട് വന്നിരിക്കുന്നു. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ തന്നെയാണ്. രസമുണ്ടാകാൻ അതൊരു ഭംഗിയായിട്ട് തന്നെയാണ് എംബ്രോയ്ഡറി വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഡോട്ടായിട്ടാണ് പോയിരിക്കുന്നത്. ഒരു സ്ട്രൈപ്സ് പോലെ ഡോട്ടുകളാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണിത് നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരിക. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വരുന്നു. നമുക്കിത് ഷാമ്പു വാഷ് ചെയ്യണമെന്നൊന്നും ഒരു പ്രോബ്ലം ഇല്ല. ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യും. ചോക്ലേറ്റ് കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഞാൻ പറഞ്ഞല്ലോ ഈ കളറിനേക്കാളും സ്വല്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കുകളാണ് ഇത് ഫുള്ള് വന്നിരിക്കുന്നത്. അങ്ങനെ തന്നെ വരിക. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനുമായിട്ട്. ബോഡി പാർട്ടിൽ ഇങ്ങനെ വെയ്റ്റ്ലെസ്സാണ്, ട്രാൻസ്പെറൻ്റ് അല്ല. അതുപോലെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വരുന്നു. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെയാണ് ഇത്. ഞാൻ അതുകൊണ്ട് തന്നെ വിടർത്തിയില്ല കേട്ടോ. റേറ്റ് വരുന്നത് 1335. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്നതിൽ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയക്കുക.